വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു സീരീസ് തുടങ്ങുകയാണ്. അതായത് യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചില റെസിപ്പീസ് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. കീറി മുറിച്ച് അനലൈസ് ചെയ്യുന്നല്ല, നമ്മൾ ഒരുപാട് റെസിപ്പീസ് നമ്മൾ കാണും, പക്ഷെ നമ്മളത് ചെയ്ത് നോക്കാറില്ല. അപ്പം നമ്മളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്ക റോസ്റ്റാണ്. അതായത് ദിവ്യാസ് കറി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ 3 ലക്ഷത്തിലധികം 3 ലക്ഷത്തിലധികം വ്യൂവേഴ്സുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ അതാണ് ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കക്ക എങ്ങനെ ക്ലീൻ ആക്കണേന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ കക്കയുടെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ വീതി കൂടിയ ഭാഗത്ത് സൈഡിലായിട്ട് ഒരു ബ്ലാക്ക് പോർഷൻ കാണാം. അതാണ് നമ്മൾ എടുത്ത് കളയേണ്ടത്. അതായത് അതാണ് ഇതിൻ്റെ വേസ്റ്റ്. അപ്പം അത് നമ്മൾ എടുത്ത് കളയണം. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ബ്ലാക്ക് കളറിലുള്ള ഈ പോർഷൻ ഉണ്ട്, അത് നമുക്ക് എടുത്ത് കളയണം. അതിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിലത്തെ മാംസം പോരരുത്, ആ ബ്ലാക്ക് റൗണ്ടിലുള്ളത് മാത്രമേ എടുത്ത് കളയാൻ പാടുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പി ചെക്കാണ്. അതായത് കക്കയുടെ ഒരു റെസിപ്പി ചെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിൽ 3 ലക്ഷത്തോളം വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്, ഒറിജിനൽ റെസിപ്പി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ കക്ക നന്നാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വാടി വരണം. ഇതായി വഴന്ന് വന്നതിന് ശേഷം മാത്രം നമ്മൾ സബോള ചേർക്കുന്നുള്ളൂ. ഇന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3 സബോള, ഇടത്തരം സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ സബോള വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വയ്ക്കുകയാണ്. 2 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. സബോള വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇനി ചേർക്കുന്നത് 1 സ്പൂൺ മീറ്റ് മസാലയാണ്, അതും കൂടെ ചേർക്കുന്നു. ഇനി നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കക്ക ചേർക്കാണ്. ഇവിടെയാണ് ഞാനൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ഈ റെസിപ്പിയിൽ നിന്ന്. കാരണം ഇതിൽ ചേർക്കുന്നത് വേവിച്ച കക്കയാണ് അവർ ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ കക്ക വേവിക്കാതെയാണ് ചേർക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ റെസിപ്പിയിൽ ഞാൻ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ വേവിക്കാത്ത കക്ക ചേർക്കാണ്. ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ അത്യാവശ്യം കക്കയിലേക്കുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങളിപ്പോൾ നേരത്തെ കുറച്ച് ഉപ്പാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഉപ്പ് ചേർക്കാം. പക്ഷെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം കക്കയ്ക്ക് പൊതുവേ ഉപ്പുണ്ടെന്നാണ് പറയപ്പെടുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന കഴുകിയ വെള്ളത്തോടെയാണ്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കഴുകിയതിൻ്റെ, അത് കൂടിയിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം.
ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഗരം മസാലയൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഈ കുരുമുളക് പൊടി ഉണ്ടാക്കിയിരിക്കുന്നത് പെരിഞ്ജീരകം കൂടെ അരച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാനെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി ഇടുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഞാൻ കുറച്ച് ഗരം മസാല ഇടുന്നുള്ളൂ. അതും ആ റെസിപ്പിയിൽ നിന്നൊരു മാറ്റമാണ്. അതിൽ 1 സ്പൂണാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ഇടുന്നത് 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. ഇതിന് നല്ലോണം ഒന്ന് വഴന്നതിന് ശേഷം മാത്രം നമുക്കിത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇത് പെട്ടെന്നാവും, കാരണം കുരുമുളക് പൊടി ആയതുകൊണ്ട് പെട്ടെന്നാവും ഇത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ കക്ക വേറെ വേവിച്ചിട്ട് ചേർക്കുമ്പോൾ പണി എളുപ്പമായിരിക്കും, പെട്ടെന്ന് തീരും. ഇതാകുമ്പോൾ നമ്മൾ വേവുന്നത് വരെ കാത്തു നിൽക്കണം. പക്ഷേ ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് മൊരിയട്ടെ. നല്ലോണം മൊരിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം, ബ്ലാക്ക് കളർ ആയി വരണം. അപ്പം അതുവരെ ഇതിവിടെ കിടന്നിട്ട് മൊരിയട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കക്കിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ 1 സ്പൂൺ ചേർക്കാം. ഞാനിവിടെ എനിക്ക് അധികം ഗരം മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ആ ഗരം മസാല ചേർത്താലും ടേസ്റ്റിന് വലിയ വ്യത്യാസം വരും തോന്നുന്നില്ല. ടേസ്റ്റ് കൂടെയുള്ളൂ.